ഹലോ ഗായ്സ്, അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഉറപ്പായി നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഞായറാഴ്ച വൈകിട്ട് ചുമ്മാ ഇരുന്നപ്പം അപ്പൻ്റെ അടുത്ത് വെറുതെ പറഞ്ഞു നമുക്ക് കൊട്ടിയത്ത് ഡ്രീംസ് മാൾ വരുന്ന പോയിട്ട് വന്നാലോ. ഞങ്ങൾ ഫാമിലി ആയിട്ട് ഇതുവരെ പോയിട്ടില്ല കേട്ടോ. ഞാൻ എൻ്റെ കൂട്ടുകാരായിട്ട് ഒരു ദിവസം പോയിട്ടുണ്ടായിരുന്നു. അപ്പനും മോനും ഒന്നുമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യമായി ഡ്രീംസ് മാളിൽ ഫാമിലി ആയിട്ട് വന്നേക്കും കേട്ടോ. ഇതിനകത്ത് എന്താണെന്നോ എന്ത് വേണമെന്നോ ഒന്നും ഉണ്ണിക്കണ്ണൻ അറിഞ്ഞൂടാ, അപ്പനും അറിഞ്ഞൂടാ. ഞങ്ങൾ ഒരു തവണ വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇവിടുത്തെ പണി നടക്കുമായിരുന്നു. ഒന്നും ഓപ്പൺ ആയിട്ടില്ല, KFC മാത്രം ഓപ്പൺ ആയിട്ടുള്ള. അന്ന് വന്ന് കുറച്ച് KFC മേടിച്ച് കഴിച്ചിട്ട് ഇനി ഇത് തുറന്ന് എല്ലാം സെറ്റ് ആകുമ്പോഴത്തേക്ക് വരാമെന്ന് കരുതി. അങ്ങനെ ആ അവസരം വന്നെത്തിയിരിക്കുന്നു ഗൈസ്. അങ്ങനെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് മാളിൽ. അങ്ങനെ ഞങ്ങൾ അപ്പനും ഞാനും ഉണ്ണിക്കണ്ണനും ഞങ്ങൾ ഫാമിലി ആയിട്ട് ദാണ്ട് മാള് കാണാൻ എത്തി. കയറിയപ്പോൾ ഫ്രണ്ടിൽ കണ്ടത് ഈ കിടക്കുന്ന ഈ ട്രെയിനും അതുപോലെ തന്നെ കാറും. ഉണ്ണിക്കണ്ണൻ അതിനകത്ത് കയറണമെന്ന് പറഞ്ഞ് നമുക്ക് തിരിച്ചു വരുമ്പോൾ കയറാൻ മോനെന്ന് പറഞ്ഞ് അവനെ പറ്റിച്ച് ഞങ്ങൾ നേരെ മാളിനകത്തോട്ട് കയറി. എന്തോ മേടിക്കണം, എങ്ങനെ മേടിക്കണം, എന്തുവാ ഏതാ ഒന്നും നമുക്ക് അറിഞ്ഞൂടെ. ഇതിനെക്കുറിച്ച് ഒരു വകയും അറിയാതാണ് നമ്മൾ ഇതിനകത്തോട്ട് കയറുന്നത്. ചുമ്മാ ഒന്ന് കയറി കണ്ടിട്ട് വരാം. അപ്പം ചോദിക്കുന്നത് നീ എന്തോ മേടിക്കാനാ ഇങ്ങോട്ട് വന്നേന്ന്. ഞാൻ പറഞ്ഞു മേടിക്കുന്നത് എന്തിനാ, കാണുന്നതിന് ആരെങ്കിലും വല്ലതും പറയുമോ, കാണാനല്ലേ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, നമുക്കൊന്ന് പോയി എന്നും പറഞ്ഞ് അപ്പനെ വിളിച്ചുകൊണ്ട് നേരെ മാളിനകത്തോട്ട് അങ്ങ് കയറി. ആദ്യം ചെന്നപ്പോൾ തന്നെ കുറേ പലചരക്ക് സാധനങ്ങളും അങ്ങനെ ഇങ്ങനെ അല്ലറ ചില്ലറ എല്ലാ സാധനങ്ങളും നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് സ്കൂൾ തുറപ്പായതുകൊണ്ടായിരിക്കും ബാഗിൻ്റെ സെക്ഷൻ, കുപ്പി, ടിഫിൻ ബോക്സ് അങ്ങനത്തെ പല സാധനങ്ങളും ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉണ്ണിക്കണ്ണന് വാങ്ങിച്ച ബാഗ് ഞങ്ങൾ അതിനകത്തങ്ങനെ ഉണ്ടോ എന്ന് നോക്കി. പക്ഷേ അവന് മേടിച്ച കണക്കത്തെ ബാഗ് ഇല്ല കേട്ടോ ഇതിനകത്തൊന്നും. നമ്മൾ മേടിച്ച വേറെ ബാഗാണ്. പിന്നെ ഉണ്ണിക്കണ്ണന് മേടിച്ച കുപ്പി, അതായത് വാട്ടർ ബോട്ടിൽ ഇവിടെ ഉണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ നേരെ ചെന്ന് ആ വാട്ടർ ബോട്ടിലിൻ്റെ വില നോക്കി. നമ്മൾ മേടിച്ചതെന്ന് വെച്ചാൽ കൊട്ടിയം സിംലയിൽ നിന്നാണ് മേടിച്ചത്. ഇത് ഇവിടുത്തെ വിലയൊക്കെ നോക്കിയപ്പോൾ അതിൽ നിന്ന് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ഇനി ഇവിടുത്തെ ഇത് തന്നെയാണോ വിലയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഈ സെയിം വാട്ടർ ബോട്ടിലാണ് നമ്മൾ സിംലയിൽ നിന്ന് ഉണ്ണിക്കണ്ണന് മേടിച്ചത്. പക്ഷേ വെള്ളം കുറച്ചേ കൊള്ളത്തുള്ളൂ. കാണാൻ നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുഞ്ഞല്ലേ, കുറച്ച് വെള്ളമൊക്കെ മതി. ഒത്തിരി വെള്ളവും വെയിറ്റും ഒക്കെ ആയിട്ട് കൊണ്ടുപോകണ്ടല്ലോ എന്ന് കരുതിയ ചെറിയ കുപ്പി തന്നെ മേടിച്ചു. അങ്ങനെ അതെല്ലാം കണ്ട് പിന്നെ നേരെ ഞങ്ങൾ ഓരോരോ സെക്ഷനുകളായിട്ട് കാണാനായിട്ട് പോയിട്ടുണ്ട്. അപ്പം കൂടുതലായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഈ ഒരു സെക്ഷനാണ്. വേറെ ഒന്നുമല്ല ഗൈസ്, ഐസ്ക്രീം സെക്ഷൻ. എൻ്റെ പൊന്നെ, എന്തോരം ഐസ്ക്രീം, എന്തോരം ഫ്ലേവറുകൾ, എന്തോരം മുട്ട ഐസ്ക്രീമുകളാണോ അവിടെ ഇരിക്കുന്നത്. ഒന്നും നമ്മൾ മേടിക്കാൻ നിന്നില്ല, നേരെ അങ്ങ് പോയി. പിന്നെ കുറേ ഫ്രൂട്ട്സ് ഇരിക്കുന്ന സ്ഥലവും വെജിറ്റബിൾസും അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. നല്ല വൃത്തിയായിട്ടും സെറ്റായിട്ടും അടുക്കും ചിട്ടയോട് കൂടിയാണ് ഇവിടെ സാധനങ്ങൾ നിരത്തി ഇങ്ങനെ വെച്ചേക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ എത്ര വാങ്ങണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നവർ പോയെന്ന് എടുത്ത് പോകും. അതുപോലാണ് ഇവിടെ. അങ്ങനെ നമ്മൾ നേരെ പോയി എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി എല്ലാത്തിൻ്റെയും വിലയും കാര്യങ്ങളും മൊത്തവും തിരക്കി. പിന്നെ വന്നത് കേക്കിൻ്റെ സെക്ഷനിലോട്ടാണ്. അവിടെ ആണെങ്കിൽ കുറേ കേക്കുകൾ, ഏതൊക്കെ ഫ്ലേവറിലുള്ള കേക്ക് വേണം, ഗ്ലാസ്സിൽ, പ്ലാസ്റ്റിക് ബോട്ടിൽ, കവറിൽ, അങ്ങനെ ഇങ്ങനെ ബൈൻഡിൽ എന്ന് വേണ്ട ഏതൊക്കെ രീതിയിലും കേക്കുകൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കേക്കുകളെല്ലാം കണ്ടിട്ട് ഞങ്ങൾ നേരെ ചെന്നത് കുറേ പപ്സുകൾ നിരത്തി വെച്ചേക്കുന്ന പപ്സാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇതിൻ്റെ പേരൊന്നും എനിക്കറിഞ്ഞൂടാ, എന്നാലും ഞാനിത് കാണുവാണ് കേട്ടോ. അങ്ങനെ പപ്സുകൾ, ഭയങ്കര വെറൈറ്റി പപ്സുകൾ, പിന്നെ കുറേ ഡോണട്ട്സ്, പിന്നെ അതുപോലെ തന്നെ പീസാക്കി വെച്ചേക്കുന്ന കേക്ക്. നേരത്തെ നമ്മൾ കണ്ടത് പാക്ക് ചെയ്ത് വെച്ചേക്കുന്ന കേക്ക്, ഇത് പീസാക്കി നമുക്ക് മേടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കേക്കുകൾ. അങ്ങനെ കുറേ ഐറ്റം. അങ്ങനെ ഈ സെക്ഷനിലെ ഫുൾ കാഴ്ചകളും കണ്ടതിന് ശേഷം നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് പോവുകയാണ്. അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ കുറേ ജ്യൂസുകൾ ഗൈസ്. ജ്യൂസുകൾ ഇങ്ങനെ കുപ്പിക്കകത്താക്കി ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട്. വലിയ കുപ്പിക്കകത്ത്, ചെറിയ കുപ്പിക്കകത്ത്, അങ്ങനെ പല സൈസ് ജ്യൂസുകൾ. അങ്ങനെ അതെല്ലാം കണ്ടിട്ട് നമ്മൾ നേരെ പോയെന്ന്. പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു കാഴ്ച തോന്നിയെന്ന് വെച്ചാൽ ഈ ഇരിക്കുന്നത് ഈ സംഭവമാണ്. ഇത് വേറൊന്നുമല്ല, ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞ് കട്ട് ചെയ്ത് ചെത്തി വൃത്തിയാക്കി വെച്ചേക്കുന്നത്. എന്നെപ്പോലുള്ള മടിച്ചികൾക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നു ഇതൊക്കെ ചെയ്ത് വെച്ചേക്കുന്നത്. പക്ഷേ അതിനുള്ള കാശ് അവർ മേടിക്കുന്നുണ്ട് ഗൈസ്. എന്നാലും കുഴപ്പമില്ല, എളുപ്പ പണിയല്ലേ ഇതൊക്കെ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പോയെന്ന് വെച്ചാൽ വേറെ എന്താ പറയുക, കുറേ ചിക്കൻ പൊരിച്ചത്, ബ്രോസ്റ്റഡ്, അങ്ങനത്തെ പോലത്തെ ഷവായി, അൽഫാം, അങ്ങനെ കുറേ സംഭവങ്ങൾ. അങ്ങനെ കുറേ എന്തൊക്കെ പറയാം, കണ്ടാലും കൊതി തീരാത്ത കുറേ സാധനങ്ങൾ. പിന്നെ അതാണ്ട് ഈ ഇരിക്കുന്ന സംഭവം, ഇതെന്ന് വെച്ചാൽ മറ്റേ മസാലക്കൂട്ടുകൾ, പിന്നെ നട്ട്സുകൾ. ഇതൊക്കെ എനിക്ക് ഈ കാണുന്ന സംഭവത്തിനകത്ത് ഇരിക്കുന്ന സാധനത്തിനെക്കാട്ടിലും ഒരുപാട് ഇഷ്ടപ്പെട്ടത് ഈ പാത്രമാണ് ഗൈസ്. അതൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ആ പാത്രം പാത്രം തന്നെന്നില്ല ഞാൻ പറയുന്നത്, ചരുവം, അണ്ടാവ്, എന്തുവാ പറയുന്നത്, ആ സംഭവം തന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ. അങ്ങനെ അതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ നേരെ
പോയെന്ന് വെച്ചാൽ വേറെ കുറേ സ്ഥലങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടെ എന്തൊക്കെ കാണാൻ പറ്റും അവിടെ എല്ലാ സംഭവങ്ങളും അവിടെ കിട്ടും ഗൈസ്. അച്ഛനും അമ്മയും ഒഴിച്ച് ബാക്കി എല്ലാം കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ സാധനങ്ങൾ. അങ്ങനെ ഞങ്ങൾ ഫ്രൂട്ട് സെക്ഷനിലോട്ട് വന്നപ്പം ബ്ലൂബെറി ഇരിക്കുന്നു ഗൈസ്. ഞങ്ങൾ ഇന്ന് വരെ ബ്ലൂബെറി കഴിച്ചിട്ടില്ല. അങ്ങനെ ഫസ്റ്റ് ടൈം ബ്ലൂബെറി കഴിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് അത് മേടിച്ച് അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് നോക്കാൻ പോയി. മേടിച്ച് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് കഴിച്ചു. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. ഒരു ടേസ്റ്റും ഇല്ലാത്ത പോലെ തോന്നി. പിന്നെ കാണാത്തതും കണ്ടതുമായ കുറേ ഫ്രൂട്ട്സുകൾ നിരത്തി വെച്ചേക്കുന്നത് കണ്ടതിന് ശേഷം നേരെ ഞങ്ങൾ മറ്റേ ഫിഷ് മീറ്റ് അതൊക്കെ ഇരിക്കുന്ന സ്ഥലത്തോട്ട് പോയി. ഫിഷൊന്നും നമ്മൾ മേടിച്ചില്ല. മീറ്റിനകത്ത് നിന്ന് കുറച്ച് മസാല തേച്ച് വെച്ചേക്കുന്ന മീറ്റ് അത് നേരെ വീട്ടിൽ കൊണ്ടുവന്ന് എണ്ണ ഒഴിച്ച് എണ്ണയിലിട്ട് അങ്ങ് വറുത്തെടുത്താൽ മതി. അങ്ങനത്തെ ഒരു ചെറിയൊരു പീസ് മീറ്റ് നമ്മൾ മേടിച്ചിട്ടാണ്. ബീഫാണ് മേടിച്ചത്. ആ ബീഫും മേടിച്ച് നമ്മൾ ചെറിയൊരു എമൗണ്ട് ആയതേ ഉള്ളൂ കേട്ടോ. എന്താ ഓഫർ കാര്യമാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ ഈ ഒരു വിലയ്ക്ക് ഈ ബീഫൊക്കെ ഇങ്ങനെ കൊടുക്കുമെന്ന് ഞാൻ തന്നെ ചിന്തിച്ചു പോയി കേട്ടോ. അങ്ങനെ അതെല്ലാം മേടിച്ചിട്ട് നമ്മൾ നേരെ പോയപ്പോൾ കാണാൻ കുറേ മാങ്ങ ഇരിക്കുന്നത്. മാങ്ങ കണ്ടാൽ ഞാനും അപ്പനും വിടത്തില്ല ഗൈസ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ പഴുത്ത മാങ്ങ. നമുക്ക് ഇവിടുന്ന് ഇഷ്ടത്തിനനുസരിച്ച് പറക്കും. അപ്പുറത്ത് കൊണ്ടുവന്ന് അവർ തൂക്കി അതിൻ്റെ വിലയും ഒട്ടിച്ച് തരും കേട്ടോ. പിന്നെ ഞങ്ങൾ അടുത്ത ഫ്ലോറിലോട്ടൊക്കെ പോയപ്പോഴാണ് ഈ വാച്ചൊക്കെ കണ്ടത്. ഒരു പൂച്ചക്കുട്ടൻ ഞങ്ങൾക്ക് ഇരുന്ന് ഹായ് കാണിക്കുന്നുണ്ട്. തിരിച്ചും ഞങ്ങളൊരു ഹായ് കൊടുത്തു ഗൈസ്. പിന്നെ വാച്ചുകളൊക്കെ ഇരുന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. ബോറടിച്ചുകൊണ്ടായിരിക്കും അതൊക്കെ ഇങ്ങനെ ഇരുന്ന് കറങ്ങുന്നതിന്. ഇത്രയെന്ന് പറഞ്ഞാൽ ചുമ്മാതിരിക്കുന്നത്. അപ്പോൾ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ച് കാണും വാച്ചുകളൊക്കെ കേട്ടോ. അങ്ങനെ നമ്മളും അവിടെ കയറിയതിന് ശേഷം അതുപോലെ തന്നെ കറക്കം തന്നെ കറക്കം. അങ്ങനെ നേരെ ഇതാണ്ട് ഇങ്ങനെ കുറേ നട്ട്സ് ഫ്രൂട്ട്സ് ഇട്ട് വെച്ചേക്കുന്ന കണ്ട് അതും നല്ല സെറ്റ് കുപ്പിക്കകത്തിട്ട് ഭരണിക്കകത്ത് ഗൈസ്. ഇതൊക്കെ ഇവർക്ക് എവിടെ നിന്ന് കിട്ടുന്നുണ്ടോ? നമുക്കതൊന്നും കിട്ടത്തില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഇതാണ്ട് ബില്ലടിക്കാൻ കൊടുത്ത് കുറേ നട്ട്സ് മേടിച്ച് 1 കിലോ മറ്റേ ബിരിയാണി വെക്കുന്ന അരി മേടിച്ച് ബ്ലൂബെറി മേടിച്ച് കുറേ മാങ്ങയും മേടിച്ച് പിന്നെ ബീഫും മേടിച്ച്. ഇത്രയാണ് നമ്മൾ അവിടെ നിന്ന് മേടിച്ചത്. അതുകൊണ്ട് 1000 സംതിങ് ആണ് നമുക്കായ ബില്ല്. പുറത്തിറങ്ങി മഴ പെയ്യുന്ന കണ്ടപ്പോൾ മഴയത്ത് കയറി നിൽക്കാൻ ഒന്നും കൂടി ഞങ്ങൾ അകത്തോട്ടൊന്ന് കയറി ഗൈസ്. അപ്പോഴെനിക്ക് KFC കഴിക്കാൻ തോന്നി. അങ്ങനെ ഞാനും ഉണ്ണിക്കണ്ണനും പോയി ഓരോ KFCയും കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് യാത്ര തിരിച്ച്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. വീഡിയോ കാണുന്ന കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ട്. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ടാറ്റാ ബൈ ബൈ, സീ യു. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.